my little coders. Welcome to And Scratch World, your fun place to learn Scratch coding. എൻ്റെ കുട്ടികൾക്ക് ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നീനു. ഞാൻ ഡൽഹി പ്രൈവറ്റ് സ്കൂൾ ഷാർജയിൽ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുവാണ്. സോ എല്ലാ കുട്ടികളെയും നമ്മുടെ ഈ ചാനലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തുടങ്ങാം നമ്മുടെ ആദ്യത്തെ സ്ക്രാച്ച് യാത്ര. സോ ലെറ്റ്സ് മേക്ക് സം മാജിക് വിത്ത് സ്ക്രാച്ച്. സിമ്പിളായിട്ട് സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലോക്ക് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ സ്ക്രാച്ച് ഉപയോഗിച്ച് നമുക്ക് ഗെയിംസും ഡിജിറ്റൽ സ്റ്റോറീസും ഓട്ടോമേഷൻസും അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സ്ക്രാച്ച് പഠിച്ചു തുടങ്ങാം. ആദ്യം ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അതിൽ scratch.mit.edu എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഇതാണ് സ്ക്രാച്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇനി ഇങ്ങനെയല്ലാതെ തന്നെ ജസ്റ്റ് സ്ക്രാച്ച് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്ന സ്ക്രാച്ച് ഇമേജ് പ്രോഗ്രാം ഷെയർ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ഓപ്പണായി വരുന്നത് സെയിം നമ്മൾ കുറച്ച് തന്നെ ഓപ്പൺ ചെയ്തില്ലേ അതേ വെബ്സൈറ്റിലേക്കാണ്. ഇതിൽ നമുക്ക് ക്രിയേറ്റ്, എക്സ്പ്ലോർ, ഐഡിയാസ്, എബൌട്ട്, ജോയിൻ സ്ക്രാച്ച്, സൈൻ തുടങ്ങിയ ബട്ടൺസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്ക്രാച്ചിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ന്യൂ പ്രോജക്റ്റ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. സ്ക്രാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ജോയിൻ സ്ക്രാച്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ കാണാം ക്രിയേറ്റ് യൂസർ നെയിം. ഇവിടെ നമ്മൾ യൂസർ നെയിം ടൈപ്പ് ചെയ്യണം. സോ ഞാനൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്തു. ആ യൂസർ നെയിം ഓൾറെഡി ആരോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് മാറ്റിയിട്ട് വേറൊരു യൂസർ നെയിം കൊടുത്തു. ക്രിയേറ്റ് പാസ്വേഡിൽ പോയി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ 2 തവണ നമ്മൾ ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചോദിക്കുന്നു വാട്ട് കൺട്രി ഡു യു ലീവ് ഇൻ. സോ സെലക്ട് ദ കൺട്രി. അതിനുശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. സോ വെൻ വെയർ യു ബോൺ, ഇവിടെ നമ്മൾ മന്തും ഇയറും ഒക്കെ പറഞ്ഞു കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. വാട്ട്സ് യുവർ ജെൻഡർ, ഇവിടെ ജെൻഡർ സെലക്ട് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. വാട്ട്സ് യുവർ പേരൻറ്റ് ഇമെയിൽ അഡ്രസ്. So if you don't have any email address, you can type parent email address here. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തിട്ട് റിവ്യൂ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് റീഡ് ചെയ്തിട്ട് ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. വീണ്ടും റീഡ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. വീണ്ടും നെക്സ്റ്റ്, വീണ്ടും നെക്സ്റ്റ്. ഇനി ഐ അഗ്രി കൊടുക്കുക. ഇങ്ങനെയാണ് സ്ക്രാച്ചിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് നെയിം കാണാം. സോ ഇനി ഓരോ തവണയും സ്ക്രാച്ചിൻ്റെ ഈ പേജിലേക്ക് വന്നതിന് ശേഷം ക്ലിക്ക് ഓൺ ദ സൈൻ ഇൻ. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻറ്റർ ചെയ്തിട്ട് ക്ലിക്ക് ഓൺ സൈൻ ഇൻ. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. ഈ സ്ക്രാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ സ്ക്രാച്ചിനെ ഓൺലൈനായിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ ഈ സ്ക്രാച്ചിൽ ഒരു ഓഫ്ലൈൻ എഡിറ്റർ കൂടെ ഉണ്ട്. അതായത് സ്ക്രാച്ച് ഓഫ്ലൈൻ എഡിറ്റർ. ഈ സ്ക്രാച്ച് ഓഫ്ലൈൻ എഡിറ്റർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമേ വരുന്നില്ല. സാധാരണ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഇല്ലേ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക്
ഈ സോഫ്റ്റ്വെയറും ഉപയോഗിക്കാൻ സാധിക്കും. സോ വീണ്ടും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് സ്ക്രാച്ച് ഓഫ്ലൈൻ എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ദ സ്ക്രാച്ച് ആപ്പ് എന്ന് കാണാം. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് യുവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ OS. ഇവിടെ വിൻഡോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി താഴേക്ക് വന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. So it will ask anyone who uses this computer or only for me. You can select any of this. So ഞാനിവിടെ anyone who uses this computer select ചെയ്തു. Then after that നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി വരുമ്പോൾ ഇതുപോലാണ് വരിക. സോ ഇത് നമുക്ക് പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊജക്റ്റ് സേവ് ആവില്ല. അതിനുവേണ്ടി ഗോ ടു ഫയൽ, ദെൻ സേവ് ടു യുവർ കമ്പ്യൂട്ടർ കൊടുക്കണം. സോ ഇനി ഓൺലൈൻ അക്കൗണ്ടിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ അക്കൗണ്ട്. സോ ഇതിലാണ് നമ്മളിനി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ക്രാച്ച് എന്താണെന്നും എങ്ങനെയാണ് ഒരു ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ എഡിറ്റർ സ്ക്രാച്ച് ഡൗൺലോഡ് ചെയ്യാമെന്നും പഠിച്ചു അല്ലേ? സോ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡ് തൊട്ട് സ്ക്രാച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in next video. Thank you.